അപ്പം ആതിര മിസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് അടുക്കാറായി. അപ്പം നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാനാണ് മിസ് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ആക്ടിവിറ്റിയാണ് പരിചയപ്പെടുന്നത്, സംഭാഷണം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും നിങ്ങൾക്ക് വരുന്നുള്ള ഒരു ചോദ്യമാണ് സംഭാഷണം. അപ്പം മക്കളെ, ഒരു സംഭാഷണം എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സംഭാഷണം എഴുതേണ്ടത് നിങ്ങൾക്കറിയോ? യെസ്. എങ്ങനെയാണ് സംഭാഷണം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന, ഒന്നോ ഒരാൾ മാത്രമായിട്ട് സംഭാഷണം നടക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതിനെയാണ് സംഭാഷണം എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള സംസാരത്തെയാണ് സംഭാഷണം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, നമുക്കിവിടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ചോദ്യം ഉണ്ട്, അതിനനുസരിച്ച് ഉത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാക്കി എഴുതിക്കോളൂ കേട്ടോ. ഇതൊക്കെ വെച്ചുകൊണ്ട് മിസ്സിന് ഒന്ന് പറയാനുള്ളൂ, നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മിസ്സിനെ ആലോചിച്ചോളൂ, മിസ് അന്ന് പറഞ്ഞു തന്ന കാര്യമായിരുന്നു, പഠിച്ചത് നന്നായി എന്ന് എൻ്റെ മക്കൾ എന്നെ മിസ്സിനോട് വന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കൊരു സംഭാഷണത്തിന്റെ ഉദാഹരണമായിട്ട് മിസ്സോട് ചോദ്യം തന്നിട്ടുണ്ട്. എന്താണ് ചോദ്യം? ഡാലിയമ്മൂമ്മയെയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ? ഡാലിയമ്മൂമ്മയുടെ പുഴ എന്ന പാഠഭാഗത്തിലെ ഒരു സംഭാഷണമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും? ആ സംഭാഷണം എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മക്കളെ, സംഭാഷണം എഴുതണമെങ്കിൽ നമ്മൾ ഓരോ പാഠത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അല്ലേ? ഓരോ പാഠഭാഗത്തിലും ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളത്, ഏതൊക്കെ കഥാപാത്രങ്ങളാണുള്ളത്, ആ കഥാപാത്രങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മളോട് സംഭാഷണം എഴുതാൻ പറയുമ്പോൾ നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും കേട്ടോ. അതിനുള്ളൊരു അവസരം ആരും വരുത്താൻ പാടില്ല. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാടാ? പുഴയും അമ്മൂമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ മിസ് വായിച്ചു തരാൻ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പുഴ: ഞാൻ നിന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷേ എവിടെയും കണ്ടില്ല. അമ്മൂമ്മ: എന്തു പറയാനാണ്, അവരെല്ലാം കൂടി എന്നെ ഇവിടെയാണ് താമസിപ്പിച്ചത്. പുഴ: നീ സുഖമായിരിക്കുന്നോ? നിനക്ക് സുഹൃത്തുക്കളെ കിട്ടിയോ? അമ്മൂമ്മ: സുഹൃത്തുക്കളെ കിട്ടി, പക്ഷേ ആരും നിനക്ക് പകരമാവില്ലല്ലോ. നമ്മുടെ പെരുമ്പാമ്പിൻ കുഞ്ഞിന്റെ വിശേഷം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സുഹൃത്ത്, ഇപ്പം ഒരു സുഹൃത്തിന് പകരം വെക്കാൻ നിങ്ങൾക്ക് വേറൊരു സുഹൃത്ത് വന്നാൽ അത് സെറ്റ് ആയിരിക്കോ? ആവില്ല. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. വേറൊരു ഫ്രണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളെ ഈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലല്ലോ. എന്നും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അല്ലേ? അതേപോലെ എന്താണ് പറയുന്നത്? സുഹൃത്തുക്കളെ കിട്ടി, പക്ഷെ ആരും നിനക്ക് പകരമാവില്ലല്ലോ എന്നാണ് ആര് പറയുന്നത്? അമ്മൂമ്മ പുഴയോട് പറയുന്നത് അല്ലേ? നമ്മുടെ പെരുമ്പാമ്പിൻ കുഞ്ഞിന്റെ വിശേഷം എന്താണ്? പുഴ: അവൻ സുഖമായിരിക്കുന്നു. നിന്നെ കാണാത്തതിൽ അവനും ഞാനും ഒത്തിരി വിഷമിച്ചു. അമ്മൂമ്മ: എനിക്കും നിങ്ങളെ വിട്ടു പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. നിന്റെ നിലവിളി കേട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. എന്താ പറയുന്നത്? നിന്റെ നിലവിളി കേട്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എന്നാ പറയണത് അല്ലേ? ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല എന്ന് വിചാരിച്ചു പോയി. അമ്മൂമ്മ പറയാണ്, ഇനി ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇതുപോലെ കാണുന്നു വിചാരിച്ചതല്ലാന്ന് അല്ലേ? പുഴ പറയാ, ഞാനും അങ്ങനെ തന്നെയാ ചിന്തിച്ചത്. പുഴ പറയുന്നത് എന്താണ്? ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ നോക്ക്, നമ്മൾ രണ്ടുപേരും വീണ്ടും ഒരുമിച്ചില്ലേ? അമ്മൂമ്മ: അതെ, ഇനി നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല. പുഴ: വാ, നമുക്ക് കടലിലേക്ക് നീന്താം. അപ്പൊ നമ്മുടെ ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന പാഠഭാഗത്തിലെ ഒരു സംഭാഷണമാണ് മിസ് ഇപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു സംഭാഷണം എഴുതുമ്പോൾ മിസ് എന്താ പറഞ്ഞത്? നമ്മളത് ആ ഒരു കഥാപാത്രങ്ങളെ ഏതൊക്കെ പാഠഭാഗത്തിലേതാണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാ പാഠഭാഗവും സെറ്റാക്കി പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം അത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത ആക്ടിവിറ്റി ആയി കാണാം. അതുവരേക്കും മക്കളെ, ബൈ.